Hallelujah. 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 Today is a day of joy and day of praises. ഇന്നത്തെ ദിവസം അത് സന്തോഷത്തിന്റെ ദിവസമാണ്, സ്തുതിപ്പാൻ ഉള്ള ദിവസമാണ്. Because as we read in the scriptures, നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ Jesus took procession from the Mount of Olives and he went to the city of Jerusalem. യേശുക്രിസ്തു ഒലിവമലയിൽ നിന്നും യെരുശലേം നഗരത്തിലേക്ക് ചെയ്യുന്ന പ്രദക്ഷിണം നമുക്ക് കാണാൻ സാധിക്കും. Great multitude of people joined along with him in that procession. ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിനോടൊപ്പം ആ പ്രദക്ഷിണത്തിൽ യാത്ര ചെയ്തു. They cried out, Hosanna to the Son of David. അവർ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന് ഹോസന്ന എന്ന് ആർപ്പ് വിളിച്ചോണ്ട് നടന്നു. Hosanna in the highest they rejoice. ഉന്നതങ്ങളിൽ ഹോസന്ന എന്ന് പറഞ്ഞ് അവർ ആർപ്പ് വിളിച്ചോണ്ട് നടന്നു. People who are going in the front of the procession, ആ പ്രദക്ഷിണത്തിൽ യേശുക്രിസ്തുവിന് മുൻപാകെ ചെന്നവർ they spread their garment on the road so that Jesus can ride on it on his lowly colt. അവരുടെ വസ്ത്രങ്ങളെ അവർ യേശു വരുന്ന ആ വഴിയിൽ അവർ അതിനെ ഇട്ടു. അപ്പോൾ യേശു വരുമ്പോൾ ആ വസ്ത്രത്തിലൂടെയാണ് യേശു യാത്ര ചെയ്തത്. Cut olive branches and they spread it on the street. പനയോല എടുത്ത് അത് യേശുവിൻ്റെ ആ വഴിയിൽ അവർ ഇട്ടു. Those who were coming behind in the procession, they were having palm leaves and as well as branches in their hands, and they were waving and shouting, Hosanna to the one who comes in the name of the Lord. ആ യാത്രയിൽ യേശുവിൻ്റെ പുറകിൽ വന്നവർ അവർ യേശുവിനെ വാഴ്ത്തി കർത്താവായ ദൈവത്തിന് ഹോസന്ന എന്ന് ആർപ്പ് വിളിച്ചു. And the Bible says ഇവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നു, the whole city was moved. യെരുശലേം നഗരം തന്നെ ആ യാത്ര കണ്ട് നടുങ്ങിപ്പോയി എന്ന് പറയുന്നു. The whole city was moved by that incident. ആ സംഭവം കണ്ട് യെരുശലേം നഗരം തന്നെ നടുങ്ങിപ്പോയി. Jesus went with great zeal to inside the temple and he cleansed the temple. യേശുക്രിസ്തു അധികാരത്തോടെ ദൈവാലയത്തിൽ ചെന്ന് ആ ദൈവാലയം യേശുക്രിസ്തു വൃത്തിയാക്കി. And he healed the sick അവിടെ there. വെച്ച് രോഗികളെ യേശു സ്വസ്ഥമാക്കി. And the people were astonished. അവിടെ ഇരുന്ന ജനങ്ങൾ എല്ലാവരും നെട്ടിപ്പോയി. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, in remembrance of that great procession that took place in the first Palm Sunday, ആദ്യത്തെ ഓശന ഞായർ അന്ന് നടന്ന ആ പ്രദക്ഷിണത്തിനെ ഓർമ്മപ്പെടുത്തുവാനായി today we are going to take procession for Jesus Christ today also. ഇന്ന് നമ്മൾ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന് വേണ്ടി പ്രദക്ഷിണം നടത്താൻ പോകുന്നു. We are going to declare Jesus Christ as the King of Kings and the Lord of Lords. നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മുടെ തമ്പുരാനായി നമ്മുടെ ദൈവമായി നമ്മൾ വാഴ്ത്താൻ പോകുകയാണ്. We are going to say Hosanna to the Lord Jesus in the highest. നമ്മൾ ഉന്നതങ്ങളിൽ ഉള്ള യേശുക്രിസ്തുവിന് ഹോസാന എന്ന് വാഴ്ത്താൻ പോകുകയാണ്. It is going to be a blessed procession with Christ. ഇന്ന് യേശുവിനോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദക്ഷിണം നമ്മൾ നടത്താൻ പോകുകയാണ്. My dear brothers and sisters, പ്രിയമുള്ള സഹോദരങ്ങളെ, in this world we come across ever so many processions, is it not? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രദക്ഷിണങ്ങൾ കണ്ടിട്ടുണ്ടാകും. So this is the election time and we see many election processions, the political movements taking processions. ഇത് ഇലക്ഷൻ സമയം ആയതുകൊണ്ട് എല്ലാ പാർട്ടിക്കാരുടെയും പ്രദക്ഷിണം നമ്മൾ ഈ കാലത്ത് കാണാറുണ്ട്. In marriage season, sometimes we will see this marriage processions. കല്യാണ സമയങ്ങളിൽ കല്യാണത്തിന്റെ ആ പ്രദക്ഷിണം നമ്മൾ കാണാൻ സാധിക്കും. Many processions we come across. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രദക്ഷിണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും. The scripture also we come across many processions. തിരുവചനത്തിലും അങ്ങനെ ഒരുപാട് പ്രദക്ഷിണങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. Every procession has its significance as well as അങ്ങനെ importance. എല്ലാ പ്രദക്ഷിണങ്ങൾക്കും വ്യത്യസ്തമായ കാര്യങ്ങളും മുഖ്യത്വങ്ങളും ഉണ്ട്. Today ഇന്ന് we are going to meditate one such procession that took place in a small town called as
Nain. ഇന്ന് നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നടത്തിയ അങ്ങനെ ഒരു പ്രദക്ഷിണത്തെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. നയീൻ എന്ന പട്ടണത്തിൽ നടന്നതാണിത്. Truly, it is a remarkable and a transformative procession. കർത്താവ് നടത്തിയ ആ പ്രദക്ഷിണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദക്ഷിണമായിരുന്നു നയീൻ പട്ടണത്തിൽ നടത്തിയത്. Luke chapter 7 verse 11 to verse 15 we shall read. ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Kindly turn your Bibles to Luke chapter 7 verse 11 to verse 15. ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. Now it happened the day after that he went into a city called Nain, and many of his disciples went with him in a large crowd. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. And when he came near the gate of the city, behold, a dead man was being carried out, the only son of his mother, and she was a widow. A large crowd from the city was with her. അവൻ പട്ടണത്തിന്റെ വാതിലോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവന്റെ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. And when the Lord saw her, he had compassion on her and said, do not weep. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. And he came and touched and opened the coffin, and those who carried him stood still. And he said, young man, I say to you, arise. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു, എടുക്കുന്നവർ നിന്നു. ബാല്യകാരാ, എഴുന്നേൽക്കൂ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. So he who was dead sat up and began to speak, and he presented him to his mother. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. Here in this scripture passage we see two great processions taking place. ഇവിടെ ഈ തിരുവചനത്തിൽ നമ്മൾ രണ്ട് പുരുഷാരവങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. Two great processions. രണ്ട് വലിയ പുരുഷാരവുമുള്ള പ്രദക്ഷിണങ്ങൾ. இரண்டு பெரிய ஊர்வலம். Two great. രണ്ട് പുരുഷാരവങ്ങൾ കാണാൻ സാധിക്കുന്നു. The 11th verse says. 11-ാം വചനം ഇങ്ങനെ പറയുന്നു. And many of his disciples went with him and a large crowd. പിറ്റന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. Note the word great crowd. വളരെ പുരുഷാരവും കൂടെ പോയി എന്ന വചനം നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. And the 12th verse. 12-ാം വചനം നോക്കിക്കേ. Again you see. ഇവിടെ നമുക്ക് കാണാം A large crowd from the city was with her. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും ആ അമ്മയോടിരുന്നു എന്ന് തിരുവചനം പറയുന്നു. So two times you see large crowd, huge crowd. ഇവിടെ രണ്ട് പ്രാവശ്യം ഒരു വലിയ പുരുഷാരവത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കും. So in a single day two big processions took place. ഒറ്റ ദിവസത്തിൽ തന്നെ ആ പട്ടണത്തിൽ രണ്ട് വലിയ പുരുഷാരവങ്ങൾ നടന്നു. The first procession I would like to call it as the procession of life and hope. ആദ്യത്തെ പുരുഷാരവം അത് ജീവന്റെയും പ്രത്യാശയുടെയും പ്രദക്ഷിണമായി ഇരുന്നു. Jesus is heading that procession. ആ പ്രദക്ഷിണത്തിന്, ആ പുരുഷാരവത്തിന് മുമ്പിൽ നിൽക്കുന്നത് യേശുവാണ്. Many of his disciples are following him in that procession. അവന്റെ പുറകിൽ അവന്റെ ശിഷ്യന്മാർ ഒരുപാട് പേർ നിൽക്കുന്ന സാഹചര്യം. And not only that, a large crowd also were following Jesus. അത് മാത്രമല്ല, ഒരുപാട് പുരുഷാരവം യേശുക്രിസ്തുവിന് പുറകിൽ ഉണ്ടായിരുന്നു. Now they're heading towards the city of Nain, to the gates of the city. ഇപ്പോൾ അവർ നയീൻ എന്ന പട്ടണത്തിലേക്ക് അതിന്റെ വാതിലിന്റെ അടുക്കിലാണ് ചെല്ലുന്നത്. Now there is another procession coming out of the city of Nain. മറ്റൊന്ന് നയീൻ പട്ടണത്തിൽ ഇരുന്ന് പുറത്തേക്ക് വരുന്ന ഒരു പുരുഷാരവത്തിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. I would call it as the procession of death and hopelessness. ഞാൻ അതിനെ മരണത്തിന്റെയും നിരാശയുടെയും പ്രദക്ഷിണമായിട്ടാണ് കാണുന്നത്. It is a funeral procession. അത് ഒരു ശവസംസ്കാരത്തിന്റെ പ്രദക്ഷിണമായിരുന്നു. Coming out of the city of Nain. അത് നയീൻ പട്ടണത്തിലിരുന്ന് പുറത്തേക്ക് വരുന്നു. They are carrying the body of a young man. ഒരു യൗവനക്കാരന്റെ മരിച്ചുപോയ ദേഹത്തെയാണ് അവർ ചുമന്നുകൊണ്ട് വരുന്നത്. The only son for his mother. അവൻ തന്റെ അമ്മയ്ക്ക് ഏകജാതനായ പുത്രനായിരുന്നു. His mother was a widow. അവന്റെ അമ്മ ഒരു വിധവയായ സ്ത്രീയായിരുന്നു.
She also walking along in that procession, weeping and crying. അവളും ആ പുരുഷാരവത്തോടു കൂടെ കരഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാഴ്ച. Along with her, a great crowd from that city is following ആ her. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും തന്നെ ആ സ്ത്രീക്ക് പുറകിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Now both of this procession met each other face to face at the gates of ഈ Nain. രണ്ട് പുരുഷാരവങ്ങളും നയീൻ പട്ടണത്തിന്റെ വാതിലിൽ വെച്ച് അവർ തമ്മിൽ കാണുന്നു. Face to face they are facing each other. അവർ തമ്മിൽ നേരിട്ട് കാണുന്നു. Dear brothers and sisters, എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, at the gates of Nain, both of this procession, the procession of life and the procession of death, met each other. നയീൻ പട്ടണത്തിന്റെ വാതിലിൽ ജീവന്റെയും പ്രത്യാശയുടെയും പ്രദക്ഷിണവും മരണത്തിന്റെയും നിരാശയുടെ പ്രദക്ഷിണവും നേരിട്ട് കണ്ടു. What is the significance of ഇതിന്റെ this? മുഖ്യത്വം എന്താണ്? Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, the very word Nain means beautiful in Hebrew language. നയീൻ എന്ന എബ്രായ വാക്കിന്റെ അർത്ഥം സൗന്ദര്യമുള്ളത് എന്നാണ്. Another word for it is അതിന് മറ്റൊരു അർത്ഥവും ഉണ്ട്. pleasant to look at. മറ്റൊരു അർത്ഥം കാണാൻ മനോഹരമുള്ള ഒരു വസ്തുവാണ്. So it is because അതിന് കാരണമായത് അതിന് കാരണം this city is surrounded with enclosed with walls and it had many ആ gates. പട്ടണത്തെ ചുറ്റിലും വലിയ മതിലുകൾ ഉണ്ടായിരുന്നു. അതോടെ ഒരുപാട് വാതിലും ഉണ്ടായിരുന്നു. And from that city there was a beautiful view. ആ പട്ടണത്തെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ മനോഹരമായ ഒരു സ്ഥലമാണ്. Many hills surrounding അതിനെ it. ചുറ്റിലും ഒരുപാട് കുന്നുകൾ ഉണ്ട്. Many valleys with pleasant and beautiful pastures and meadows. അതിനെ ചുറ്റിലും സൗന്ദര്യമുള്ള മനോഹരമായ താഴ്വരകളും പുൽമേടുകളും കാണാൻ സാധിക്കും. Just to look at itself, to behold it, it will be so pleasant to look അങ്ങനെ at. ഒരു കാഴ്ച കാണുന്നത് തന്നെ മനോഹരമുള്ള ഒരു കാര്യമാണ്. Therefore, the city of Nain earned the name beautiful. അതുകൊണ്ടാണ് നയീൻ പട്ടണത്തിന് സൗന്ദര്യമുള്ള പട്ടണം എന്ന നാമം ലഭിച്ചത്. Although the city had the name beautiful, ആ പട്ടണത്തിന് സൗന്ദര്യം എന്ന നാമം ഉണ്ടെങ്കിലും outwardly it looked beautiful. അത് പുറത്ത് നോക്കുമ്പോൾ സൗന്ദര്യമുള്ളതായിരുന്നു. Inwardly there was unpleasantness. പക്ഷെ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത്ര സൗന്ദര്യം അല്ലാത്ത സാഹചര്യം. If a young man is being carried out of that city beautiful with great sorrow and in great agony. അവിടെ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ മൃതശരീരം അവർ കരഞ്ഞോണ്ടും ശബ്ദമിട്ടോണ്ടും പുറത്തേക്ക് കൊണ്ടുവരുന്നു. A young man who is supposed to live and have a life and have a bright future is being carried out of the city as a dead body. ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കേണ്ട ആ യൗവനക്കാരൻ അവിടെ മരിച്ചുപോയി അവന്റെ മൃതശരീരം അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നു. Truly it is a view of disappointment, injustice and a curse. അത് അന്യായത്തിന്റെയും ശാപത്തിന്റെയും നിരാശയുടെയും കാഴ്ചയായി ഇരുന്നു. Any untimely death is a curse indeed. തന്റെ സമയം ആകുന്നതിന് മുൻപ് തന്നെ മരിക്കുന്ന എല്ലാവർക്കും അത് ഒരു ശാപമാണ്. Nain may be a city called beautiful. നയീൻ പട്ടണത്തിന്റെ നാമത്തിന്റെ അർത്ഥം മനോഹരം എന്നാകാം. In it was sorrow, disappointment and പക്ഷെ death. നയീൻ പട്ടണത്തിന്റെ ഉള്ളിൽ നിരാശയും ദുഃഖവും മരണവുമാണ് ഉണ്ടായിരുന്നത്. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, today our life journey is like a procession. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതം അങ്ങനെ ഒരു പ്രദക്ഷിണം ആകാം. What do you mean by procession? പ്രദക്ഷിണം എന്നാൽ എന്താണ്? A group of people orderly moving forward for a cause or a purpose. അത് ഒരു കൂട്ടം ജനങ്ങൾ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒന്നായി ചേർന്ന് നടത്തുന്ന യാത്രയാണ്. Our life is also like a journey, we are moving forward. നമ്മുടെ ജീവിതം അങ്ങനെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന ഒരു യാത്രയാണ്. Many people life outwardly it may look beautiful. പലരുടെയും ജീവിതം പുറത്തുനിന്ന് കാണുമ്പോൾ സൗന്ദര്യമുള്ളതായി കാണും. Like it may have a view of beauty and pleasantness. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് സൗന്ദര്യമുള്ള ഒരു കാഴ്ചയായി നമുക്ക് കാണാം. Inwardly there may be chaos and confusion and disappointments and many sorrows. പക്ഷേ നമ്മൾ അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത് ദുഃഖങ്ങളും കുഴപ്പങ്ങളും നിരാശയും നിറഞ്ഞ ജീവിതമാകാം. That is why there is a proverb that says, അതുകൊണ്ടാണ് ഒരു പഴഞ്ചൊല്ല് ഇങ്ങനെ പറയുന്നത്, not everything that is white is milk. വെളുത്തതെല്ലാം പാലല്ല എന്ന് അത് പറയുന്നു.
So outwardly it may look white. പുറത്ത് അത് നോക്കുമ്പോൾ അത് വെളുത്ത നിറമാകാം. It may not be milk, it may be phenyl പക്ഷെ also. പാലല്ല, അത് ഫെനായിലും ആകാം, Maybe Dettol also. ഒരുപക്ഷെ ഡെറ്റോൾ ആകാം. My dear brothers and പ്രിയപ്പെട്ട sisters. സഹോദരങ്ങളെ, So the city looked beautiful. ഇവിടെ ആ പട്ടണം നോക്കുമ്പോൾ അത് സൗന്ദര്യമുള്ളതാണ്. Nothing was pleasant within it. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു സൗന്ദര്യവും മനോഹരതയും ഇല്ല. Many people, their lives also is like that. പലരുടെയും ജീവിതവും ഇന്ന് അങ്ങനെയാണ്. Outwardly pious, outwardly they are very, looking godly. പുറത്തു നോക്കുമ്പോൾ അവർ ദൈവഭക്തിയുള്ളവരായി സൗന്ദര്യമുള്ളവരായി നമുക്ക് കാണാം. Ephesians chapter 2 verse 1 and verse 5 say, എഫെസ്യർ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, inwardly they are dead in their trespasses and their sin. അവരുടെ ഉള്ളിൽ അവരുടെ അതിക്രമങ്ങൾ കാരണം അവർ മരിച്ചവരായിരുന്നു എന്ന് തിരുവചനം പറയുന്നു. Jesus, he rebuked the Pharisees and the scribes and he said, ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് ശാസിച്ച് ഇങ്ങനെ പറയുന്നു. in Matthew 23 and verse 27, മത്തായി 23-ന്റെ 27-ാം വചനം, woe to you scribes and Pharisees, hypocrites, for you are like whitewashed tombs, which indeed appear beautiful outwardly, but inside are full of dead men's bones and all uncleanliness. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ളതേച്ച് ശവക്കല്ലരോടെ നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. Outwardly it may look beautiful. പുറമേ നോക്കുമ്പോൾ അത് സൗന്ദര്യമുള്ള ഒരു വസ്തുവാണ്. Inwardly unpleasantness. പക്ഷെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ അശുദ്ധിയുള്ള ഒരു കാഴ്ച. Once a person said, please pray for this particular family. ഒരു സഹോദരൻ ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി എൻ്റെ അടുത്ത് വന്നായിരുന്നു. Because they're going through much crisis, they looks like they're going to separate, they're going to divorce. അവരുടെ ആ കുടുംബ ജീവിതം അത് വേർപെടാൻ പോകുന്നു, അവർ ഡിവോഴ്സിലേക്ക് നീങ്ങുന്നു എന്ന് ആ സഹോദരൻ പറഞ്ഞു. But recently only I saw their picture in the Facebook as though they're very happily together. പക്ഷെ ഞാൻ ഈ അടുത്ത് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അവരുടെ ഒരു ചിത്രം ഞാൻ കണ്ടു. അതിൽ അവർ വളരെ സന്തോഷത്തോടെയാണ് കാണപ്പെടുന്നത്. So I looked at them and said, in the Facebook recently only they posted a picture as though there is a joyful family together. അപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഞാൻ ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ അവരുടെ ഒരു ചിത്രം ഞാൻ കണ്ടു. അതിൽ അവർ വളരെ സന്തോഷത്തോടെയായിരുന്നു ഇരുന്നത്. But it's only outwardly in the Facebook people will show something. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഫേസ്ബുക്കിലൊക്കെ പുറമായ സന്തോഷമാണ് അവർ കാണിക്കുന്നത്. Inwardly there may be no affection, there may be no unity, there may not be peace within the family. പക്ഷേ അവരുടെ ഉള്ളിൽ, അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവർക്ക് സമാധാനമില്ല, അവർക്ക് സന്തോഷമില്ല. Outwardly they may be smiling, പുറമെ അവർ കാണുമ്പോൾ ചിരിച്ചോണ്ടിരിക്കാം, but inside there may be sorrow. പക്ഷെ അവരുടെ ഉള്ളിൽ ദുഃഖമായിരിക്കാം. Outwardly some people will show themselves very prosperous and as though they are doing well. പുറമെ നമ്മൾ ചിലരെ നോക്കുമ്പോൾ അവർ സമ്പത്തുള്ളവരായി, ഐശ്വര്യമുള്ളവരായി, ആവശ്യങ്ങൾ ഇല്ലാത്തവരായി കാണാം. But inside there will be debt and financial crisis. Their whole life may be running only in debt. പക്ഷെ ഉള്ളിൽ നമ്മൾ നോക്കുമ്പോൾ കടഭാരമുള്ള ഒരു ജീവിതമായിരിക്കാം, കടത്തിന്റെ ബാധ്യത ഉള്ള ഒരു ജീവിതമായിരിക്കും അവരുടേത്. Outwardly they will show everything is going well. പുറമെ അവർ കാണിക്കുമ്പോൾ എല്ലാം നന്നായിട്ട് നടക്കുന്നു എന്ന് അവർ കാണിക്കും. Inwardly there may be so many struggles. പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകും. They may be struggling with their depression. വിഷാദം അനുഭവിക്കുന്നവരായി ഇരിക്കും. They're struggling with their failure. ഒരുപക്ഷെ അവർ പോരാടി തോറ്റവരായിരിക്കും. Struggling with their disappointments. ഒരുപക്ഷെ നിരാശപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. My dear brothers and പ്രിയപ്പെട്ട sisters, സഹോദരങ്ങളെ, outwardly beautiful, പുറമേ സൗന്ദര്യവും inwardly unpleasantness. ഉള്ളിൽ അശുദ്ധവും ആയിരിക്കും. Today Jesus wants to do something truly beautiful in your life. ഇന്ന് യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ സത്യമുള്ള ഒരു സൗന്ദര്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Not a superficial life, not a hypocritical life. കപടമുള്ള ഒരു ജീവിതത്തിന് അല്ല, കപടമുള്ള ഒരു സൗന്ദര്യത്തിന് അല്ല ക്രിസ്തു കൊടുക്കുന്നത്. It is truly God wants to make something beautiful. ക്രിസ്തു നിങ്ങൾക്ക് യഥാർത്ഥമായ സൗന്ദര്യം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. That is what happened at the gates of that city of Nain. നയീൻ പട്ടണത്തിന്റെ വാതിലിൽ അതാണ് സംഭവിച്ചത്. Oh, from that city of beautiful, a sorrowful thing came out. സൗന്ദര്യം എന്ന നാമമുള്ള ആ നയീൻ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ദുഃഖമായിരുന്നു.
Jesus did his first transformative work there. He resurrected that young man back to life. യേശു അവിടെ ചെയ്ത ആദ്യത്തെ കാര്യം മരിച്ചുപോയ ആ യുവാവിനെ ജീവനോടെ കൊണ്ടുവന്നു. From death he brought forth life. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നു. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, I don't think anything is more beautiful than the miracle of transformation. രൂപാന്തരത്തെക്കാൾ വലിയ ഒരു അത്ഭുതം വേറെ ഒന്നുമില്ല. Where life comes out of death. ഇവിടെ നമ്മൾ കാണുമ്പോൾ മരണത്തിൽ നിന്ന് ജീവൻ രൂപാന്തരപ്പെടുന്നു. Hallelujah. ഹല്ലേലൂയ. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, that day he manifested the transformative power. ആ ദിവസം കർത്താവ് രൂപാന്തരത്തിന്റെ ശക്തി അവിടെ കാണിച്ചു. Gave life to that young man. ആ യുവാവിന് കർത്താവ് അവിടെ ജീവൻ കൊടുത്തു. The gates of the city of beautiful, Jesus did truly something beautiful that. സൗന്ദര്യമുള്ള പട്ടണത്തിന്റെ വാതിലിൽ യേശു യഥാർത്ഥമായ സൗന്ദര്യം അവിടെ കാഴ്ചവെച്ചു. Hallelujah. Hallelujah. Today he wants to do something pleasant and beautiful in your life. കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Outwardly, not that outwardly show. പുറമേ കാണിക്കുന്ന ആ കപടമുള്ള സൗന്ദര്യമല്ല, Genuine beauty he wants to give in your life. കർത്താവ് നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥമുള്ള ഒരു സൗന്ദര്യമാണ്. Genuine life for അത് you. യഥാർത്ഥമുള്ള ഒരു ജീവിതമാണ്. Genuine hope for you. യഥാർത്ഥമുള്ള ഒരു പ്രത്യാശയാണ്. Genuine future for you. യഥാർത്ഥമുള്ള ഒരു ഭാവിയാണ്. Hallelujah. Hallelujah. Jesus said യേശു ഇങ്ങനെ പറയുന്നു in John chapter 10 and verse 10, യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 10-ാം വചനം, I have come to give you life and life abundant. ഞാൻ ജീവൻ കൊടുക്കുവാനും അത് സമൃദ്ധിയായി കൊടുക്കുവാനുമാണ് വന്നതെന്ന് പറയുന്നു. He wants to make all things beautiful and perfect in your life. യേശു നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും സൗന്ദര്യത്തോടും സമൃദ്ധിയോടും കൊടുക്കുന്നവനാണ്. When Jesus did his transformative miracle of his power of resurrection, giving life to that young man, what impact did it have? ആ യൗവനക്കാരനെ യേശു ക്രിസ്തു അവിടെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ, മരണത്തിൽ നിന്ന് ആ യൗവനക്കാരന് ജീവൻ കൊടുത്തപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള മാറ്റമാണ് യേശു കൊണ്ടുവന്നത്? What was the impact? യേശു അവിടെ കൊണ്ടുവന്ന മാറ്റം എന്താണ്? My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, the two procession which started out in two different directions. അവിടെ രണ്ട് പ്രദക്ഷിണങ്ങൾ, രണ്ട് പുരുഷാരവങ്ങൾ രണ്ട് ദിക്കിൽ ചെല്ലുന്നത് കാണാം. That two procession became as one big procession. ആ രണ്ട് പുരുഷാരവങ്ങൾ ഇപ്പോൾ ഒരു വലിയ പുരുഷാരവമായി മാറുന്ന കാഴ്ച. Hallelujah. It became a procession of joy and celebration. അത് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും പ്രദക്ഷിണമായി മാറുന്നു. Procession of life overcame the procession of death. ജീവന്റെ പ്രദക്ഷിണം മരണത്തിന്റെ പ്രദക്ഷിണത്തിന്റെ മേൽ വിജയം സ്ഥാപിക്കുന്ന ഒരു കാഴ്ച. Hallelujah. Hallelujah. People who were shedding tears and in sorrow, they began to rejoice and celebrate and joined the procession of യേശുവിന്റെ Jesus. എതിരെ വന്ന പ്രദക്ഷിണത്തിൽ കരഞ്ഞുകൊണ്ടും ദുഃഖത്തോടെയും വന്നവർ ഇപ്പോൾ യേശുവിന്റെ ഒപ്പം സന്തോഷത്തോടെ നടക്കുന്നു. Hallelujah. Hallelujah. ஒரு துதி கூட்டமாக, ஒரு மகிழ்ச்சியின் ஊர்வலமாக அந்த துயரத்தின் ஊர்வலம் அது மறுரூபம் ஆயிற்று. ஏனென்றால் அந்த அழகு என்ற வாசல் அருகே இயேசு ஒரு அற்புதத்தை நிகழ்த்தி எல்லாவற்றையும் அழகாய் அவர் மாற்றினார். Hallelujah. Hallelujah. Today he wants to do everything beautiful in your life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവറ്റും യേശു സൗന്ദര്യമായി മാറ്റാൻ ആഗ്രഹിക്കുന്നു. Your life may be going in sorrow. ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ദുഃഖത്തിന്റെ ജീവിതമാകാം. Oh, your life may be in ഒരുപക്ഷെ tears. കണ്ണുനീരിന്റെ ജീവിതമാകാം. But today that procession is going to change into a procession of life, joy and praise. പക്ഷെ ഇന്ന് ആ ദുഃഖത്തിന്റെ യാത്രയെ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാത്രയെ കർത്താവ് സന്തോഷത്തിന്റെ യാത്രയായി മാറ്റാൻ പോകുന്നു. Your sorrow and your sighing shall flee away. ദുഃഖവും കരച്ചിലും നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും. Hallelujah. Hallelujah. Today we are going to meditate. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, How did Jesus transform that funeral procession into a procession of praise and exaltation? എങ്ങനെ യേശു ശവസംസ്കാരത്തിന്റെ ആ യാത്രയെ സന്തോഷത്തിന്റെ ആർപ്പുവിളികളുടെ യാത്രയായി രൂപാന്തരപ്പെടുത്തി എന്നതിനെ കുറിച്ചാണ്. Three things Jesus did that day. അവിടെ യേശു ക്രിസ്തു 3 കാര്യങ്ങൾ ചെയ്തിരുന്നു. Three things he wants to do to you today ഇന്ന് also. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആ 3 കാര്യങ്ങളെയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. What did Jesus do? എന്താണ് യേശു ചെയ്തത്? First thing is Jesus looked. ആദ്യമായി യേശു ചെയ്തത് അവൻ അവരെ നോക്കി. Secondly, രണ്ടാമതായി Jesus touched. യേശു ആ മഞ്ചം തൊട്ടു. Thirdly, മൂന്നാമതായി
Jesus spoke. യേശു അവനോട് സംസാരിക്കുവാനിടയായി. These three things he wants to do in your life also. നിങ്ങളുടെ ജീവിതത്തിലും ഈ 3 വിഷയം കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. Today your life procession may be heading in the wrong direction. ഇന്നൊരു പക്ഷെ നിങ്ങളുടെ ജീവിത യാത്ര അത് തെറ്റായ ദിശയിലായിരിക്കും ചെല്ലുന്നത്. Jesus looks at you. പക്ഷെ ഇന്ന് യേശു നിങ്ങളെ നോക്കുന്നു. Hallelujah. Hallelujah. Secondly, രണ്ടാമതായി Jesus, he wants to touch you. യേശു നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. And thirdly, മൂന്നാമതായി Jesus wants to speak his words to you. യേശു നിങ്ങളോട് അവന്റെ വാക്കുകൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Your life is going to become beautiful. നിങ്ങളുടെ ജീവിതം സൗന്ദര്യമുള്ളതായി മാറാൻ പോകുന്നു. Hallelujah. Hallelujah. The first thing is, முதலாമതായ കാര്യം, Jesus looks at you. യേശു നിങ്ങളെ നോക്കുന്നു. Luke chapter 7 and verse 30. ലൂക്കോസ് 7:13. When the Lord saw her, he had compassion on her and said to her, do not weep. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു എന്ന് തിരുവചനം പറയുന്നു. Hallelujah. Hallelujah. Jesus looked at her. യേശു അവിടെ ദുഃഖത്തോടെ കണ്ണുനീരോടെ നിന്ന് ആ സ്ത്രീയെ നോക്കി. Hallelujah. Hallelujah. When the beautiful eyes of Jesus falls upon our life, യേശുവിന്റെ സൗന്ദര്യമുള്ള ആ കാഴ്ച നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ surely our life will become beautiful. നമ്മുടെ ജീവിതം അത് സൗന്ദര്യമുള്ള ജീവിതമായി മാറും. Today a procession is coming out of the city of Nain. ആ നയീൻ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു യാത്രയിൽ A mother is weeping uncontrollably in agony and in sorrow. ഇവിടെ ഒരു അമ്മ ദുഃഖം കൊണ്ടും വേദന കൊണ്ടും കരഞ്ഞുകൊണ്ട് വരുന്ന സാഹചര്യം. All were just looking at her outward appearance only. എല്ലാവരും അവളുടെ പുറമേ ഇരിക്കുന്ന ഭാവമാണ് കണ്ടത്. Jesus was able to see deep into her life. പക്ഷേ യേശുവിന് അവളുടെ ജീവിതത്തിന്റെ ഉള്ളിൽ നോക്കുവാൻ സാധിച്ചു. Just one look, he was able to see the past, present and the future of her life. ഒരിക്കൽ കണ്ടപ്പോൾ ആ സ്ത്രീയുടെ കഴിഞ്ഞ ഇപ്പോൾ നടക്കുന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ യേശു അറിഞ്ഞു. Jesus looked at her past യേശു അവളുടെ കഴിഞ്ഞ ജീവിതം നോക്കി. and he was able to know she was a woman who had lost her husband. അപ്പോൾ യേശു മനസ്സിലാക്കി അവൾ വിധവയായ അമ്മയാണെന്ന കാര്യം. She's a poor widow അവൾ പാവമുള്ള ഒരു വിധവയാണ്. and she's struggling without her husband. ജീവിതത്തിൽ ഭർത്താവില്ലാതെ അവൾക്ക് വലിയ ദുഃഖമായിരുന്നു. Sorrow had overwhelmed her heart. അവളുടെ ഹൃദയം മുഴുവനും ദുഃഖം കൊണ്ട് നിറഞ്ഞതായിരുന്നു. Jesus was able to see her past condition. കഴിഞ്ഞുപോയ അവളുടെ ജീവിതം യേശു അവിടെ മനസ്സിലാക്കി. Not only അത് that, മാത്രമല്ല he was able to see deep into her present life also. ഇപ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം അത് യേശു നോക്കി. And her present condition also is even more overwhelmingly sorrowful. അവളുടെ ഇപ്പോഴത്തെ സാഹചര്യം അതിനെക്കാട്ടിലും വേദനാജനകമാണ്. She only lost her husband. അവൾക്ക് തന്റെ ഭർത്താവിനെ നഷ്ടമായി. Now she has lost her only hope of light, her only son. ഇപ്പോഴോ തന്റെ ഏകജാതനായ തന്റെ ഏകപുത്രനെ അവൾക്ക് നഷ്ടമായിരിക്കുന്നു. Probably when she lost her husband, she would have said within herself, പക്ഷെ അവൾക്ക് അവളുടെ ഭർത്താവ് നഷ്ടമായിരിക്കുമ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞിരിക്കാം, "Yes, I have my son, he will take care of me." എനിക്ക് എന്റെ പുത്രനെങ്കിലും ഉണ്ടല്ലോ, അവൻ ഇനി എന്നെ നോക്കിക്കോളും എന്ന് ചിന്തിച്ചേക്കാം. Tragedy struck her life one more time. പക്ഷെ വീണ്ടും അവളുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖം വരുന്നു. What is that? അതെന്താണ്? Lost her son അവളുടെ also. ഏകജാതനായ പുത്രനും അവളുടെ നഷ്ടമാകുന്നു. Oh, her heart was broken. അവളുടെ ഹൃദയം വല്ലാതെ തകർന്നിരിക്കുന്നു. Heart was being crushed in sorrow. അവളുടെ ഹൃദയം ദുഃഖം കൊണ്ട് തകർന്നിരിക്കുന്നു. She was weeping and she was walking in that procession. അവൾ കരഞ്ഞുകൊണ്ട് ആ വീതിയിൽ നടക്കുന്നു. She was able to see her present condition. യേശു അവളെ കണ്ടപ്പോൾ അവളുടെ ഇപ്പോഴത്തെ സാഹചര്യം യേശുവിന് മനസ്സിലായി. Jesus looked her into her future also. യേശു അവളുടെ ഭാവിയെയും മനസ്സിലാക്കിയിരുന്നു. What was the future of that woman? ആ വിധവയുടെ ഭാവി എന്തായിരുന്നു? It was a question അത് mark. വലിയൊരു ചോദ്യമായിരുന്നു. Jesus knew that she had no future. യേശുവിനെ അറിയാമായിരുന്നു അവൾക്കൊരു ഭാവി ഇല്ല എന്ന്. Without her son, there is no future for her. അവളുടെ പുത്രനില്ലാതെ അവൾക്കൊരു ഭാവി ഇല്ല. No sustenance, no livelihood. അവളുടെ പുത്രനില്ലാതെ അവൾക്ക് ജീവിക്കുവാൻ ഒരു വഴിയില്ല. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, oh, that look was a look of compassion on her. യേശു അവളെ നോക്കിയപ്പോൾ യേശു മനസ്സലിഞ്ഞാണ് അവളെ കണ്ടത്. ഉരുക്കത്തിൻ പാർവയോട് അവളെ കണ്ടാർ. മനസ്സലിഞ്ഞ് യേശു അവളെ കണ്ടു. Hallelujah. Hallelujah. Today his eyes is looking at you. ഇന്ന് യേശു നിങ്ങളെ കാണുന്നു. He knows your past, he knows your present, he knows your future. യേശുവിന് നിങ്ങളുടെ കഴിഞ്ഞ കാലവും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങളുടെ ഭാവിയും നന്നായിട്ട് അറിയാം.
He knows the past wounds that you're carrying in your heart. യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള കഴിഞ്ഞ കാലങ്ങളുടെ ആ വേദനകൾ, ദുഃഖങ്ങൾ യേശുവിന് മനസ്സിലാക്കാൻ കഴിയും. He knows the failures of your past. യേശുവിന് നിങ്ങൾക്കേറ്റ പരാജയങ്ങൾ അറിയാം. Today, you may be hiding your past from others ഒരുപക്ഷെ ഇന്ന് നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തെ മറ്റവരിൽ നിന്ന് നിങ്ങൾ മറച്ചു വെക്കാം. because it may be a reproachful one. പക്ഷേ അത് നിന്ദയുള്ള ഒരു ജീവിതമാകാം. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, your present condition may be a sorrowful one also. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം ദുഃഖമുള്ളതായിരിക്കാം. Today, when you look at your future, you may say it is an uncertain one. പക്ഷേ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾ നോക്കുമ്പോൾ അത് നിശ്ചയമില്ലാത്ത ഒരു കാര്യമായിരിക്കാം. Oh, I'm so afraid to face my future. എന്റെ ഭാവിയെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണെന്ന് പറയാം. Outwardly I am alive, but inwardly I am as a dead person, you may say. പുറമേ ഞാൻ ജീവിക്കുന്നെങ്കിലും എന്റെ ഉള്ളിൽ ഞാൻ മരിച്ചവനാകുന്നു എന്ന് നിങ്ങൾ പറയാം. Inwardly I am in depression. ഞാൻ എന്റെ ഉള്ളിൽ ദുഃഖത്തിലായിരിക്കുന്നു. Inwardly I am contemplating to commit suicide. എന്റെ ഉള്ളിൽ ഞാൻ ആത്മഹത്യ ചെയ്യുവാനായി ചിന്തിക്കുന്നു എന്ന് പലരും പറയാം. Today, whatever position your life may be in the procession of life, Jesus is looking at you. പക്ഷേ ഇന്ന് നിങ്ങളുടെ ജീവിതം എന്ന യാത്ര ഏത് സാഹചര്യത്തിൽ ആയാലും യേശു നിങ്ങളെ കാണുന്നു. Hallelujah. வாழ்க்கைன்ற ஊர்வலத்துல நீ என்ன நிலைமையில காணப்பட்டாலும் இயேசுவுடைய கண்கள் உன்னை காண்கிறது. Hallelujah. Hallelujah. He knows your past, he knows your present, he knows your future. യേശുവിന് കഴിഞ്ഞതും ഇപ്പോൾ നടക്കുന്നതും നിങ്ങളുടെ ഭാവിയും നന്നായിട്ട് അറിയാം. Hallelujah. Jesus did not look as a spectator just looking at her life. യേശു അവിടെ ഒരു കാഴ്ചക്കാരനായി അവളുടെ ജീവിതം കണ്ടതല്ല, But looked at her with compassion. പക്ഷെ മനസ്സലിഞ്ഞാണ് അവളെ കണ്ടത്. Hallelujah. Hallelujah. Looking with a person with a pity and looking at a person with compassion is totally a different thing. സഹതാപത്തോടെ ഒരാളെ കാണുന്നതും മനസ്സലിഞ്ഞ് കാണുന്നതും വ്യത്യസ്തമുള്ളതാണ്. He means people will feel sorrow, sad for some other people's misery and they will walk away. സഹതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം ചിലർ നോക്കിയിട്ട് ദുഃഖിച്ച് അവർ നടന്നു പോകും. But compassion is not so. പക്ഷെ മനസ്സലിഞ്ഞ് കാണുമ്പോൾ Compassion means to put yourself in the place of other suffering. അത് മറ്റവരുടെ ദുഃഖം തൻ്റെ ദുഃഖമായി ഓർത്തുകൊണ്ട് ചിന്തിക്കുന്ന സാഹചര്യമാണ്. And they feel the pain the other people go through. മറ്റൊരാളുടെ ദുഃഖം എന്താണെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം. And what do? അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നത്? That compassion will move them to do something about it. മനസ്സലിഞ്ഞത് കൊണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായി ആഗ്രഹിക്കും. Jesus looked at this woman with compassion. യേശു ഈ സ്ത്രീയെ മനസ്സലിഞ്ഞാണ് കണ്ടത്. He didn't just feel pity for her and leave her away. സഹതാപത്തോടെ നോക്കിയിട്ട് അവിടെ നിന്ന് മാറിപ്പോയില്ല. Jesus went running towards യേശു her. ആ സ്ത്രീയോട് ഓടിച്ചേർന്നു. Brothers and sisters, സഹോദരങ്ങളെ, Bible says Jesus came to her. തിരുവചനം പറയുന്നു യേശു അവളുടെ അടുത്തേക്ക് വന്നു. Today when he looks at you with compassion, ഇന്ന് യേശു നിങ്ങളെ മനസ്സലിഞ്ഞ് നോക്കുമ്പോൾ oh, that compassion draws Jesus towards you. യേശുവിന്റെ മനസ്സ് അത് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. Hallelujah. Today whatever may be your past, ഇന്ന് നിങ്ങളുടെ കഴിഞ്ഞ കാലം എന്ത് തന്നെ ആയിക്കോട്ടെ, maybe your present condition, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, whatever uncertain future you may be facing, ഒരുപക്ഷെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു നിശ്ചയവും ഇല്ലാതിരിക്കാം. God looks at you and he says, കർത്താവ് നിങ്ങളോട് പറയുന്നു, I'm going to do something beautiful in your ഞാൻ life. നിന്റെ ജീവിതത്തിൽ സൗന്ദര്യമുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. I want to visit you today. ഞാൻ ഇന്ന് നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. That day when Jesus raised that young man back to life, യേശു മരിച്ചുപോയ ആ യുവാവിന് അന്നത്തെ ദിവസം ജീവൻ കൊടുത്തപ്പോൾ all the people, they glorified God and they said, ചുറ്റിയിരുന്നവരെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു, God has visited his people. കർത്താവ് തന്റെ ജനത്തിന്റെ ഇടയിൽ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. Today Jesus wants to visit you. ഇന്ന് യേശു നിങ്ങളുടെ ജീവിതം സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Your ways are not hidden from നിങ്ങളുടെ him. വഴികൾ അത് കർത്താവിൽ നിന്ന് മറയ്ക്കുവാൻ സാധിക്കില്ല. And your tears are not hidden from നിങ്ങളുടെ him. കണ്ണുനീരുകൾ കർത്താവിന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല. Injustice is not hidden from ഭൂമിയിൽ him. നടക്കുന്ന അന്യായങ്ങൾ കർത്താവിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. Uncertainty is not hidden from him. വ്യക്തതയില്ലാത്ത ഭാവ്യത കർത്താവിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നതില്ല. Hallelujah. Hallelujah. He is a God who sees you, looks at you. യേശു നിങ്ങളെ കാണുന്ന ദൈവമാണ്. That's why Hagar gave a wonderful name to the Lord. അതുകൊണ്ടാണ് ഹാഗാർ ദൈവത്തിനെ ഇങ്ങനെ പറഞ്ഞ് വിളിച്ചത്.
Genesis chapter 16 and verse 13, she looked at the Lord and said, പുസ്തകം 16-31 ഹഗാർ ദൈവത്തിനോട് ഇങ്ങനെ പറഞ്ഞു. and she gave a name to the Lord. ദൈവത്തിന് അവൾ ഒരു നാമം കൊടുത്തു. What name he gave? അവൾ എന്ത് നാമമാണ് കൊടുത്തത്? Elrohi. എൽറോയി. Elrohi means the God who watches over me, who sees me. എൽറോയി എന്നാൽ എന്നെ കാണുന്ന ദൈവം എന്നാണ് അർത്ഥം. Hallelujah. Hallelujah. He's looking at അവൻ me. എന്നെ കാണുന്നവനാണ്. Today, don't say my ways are hidden from the Lord. എന്റെ വഴികൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് പറയണ്ട. Just claims a pastor away from his sight. എന്റെ നീതി അത് കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു എന്ന് പറയണ്ട. என்னுடைய அநீதி அவருக்கு எட்டவில்லை என்று சொல்ல வேண்டாம். The Lord looks at you and he says, ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു, I know every incident of your life. ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നു എന്ന് ദൈവം നിങ്ങളോട് പറയുന്നു. Of your life I want to visit. നിങ്ങളുടെ ജീവിത യാത്രയിൽ ഞാൻ നിങ്ങളെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. Make it beautiful in your life. സൗന്ദര്യമുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Secondly, രണ്ടാമതായി Jesus touched, I call it as a transformative touch. യേശു തൊട്ടപ്പോൾ അത് രൂപാന്തരപ്പെടുത്തുന്ന ഒരു തൊടുതലാണ്. Luke chapter 7 and verse 40. ലൂക്കോസ് 7-14 Came and touched and opened the open coffin, and those who carried him stood still. യേശു വന്ന് ആ മഞ്ചം തൊട്ടപ്പോൾ ചുമന്നുകൊണ്ട് പോകുന്നവർ നിന്നു. Hallelujah. Hallelujah. Here you see the touch of the Lord Jesus Christ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു ആ മഞ്ചം തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. When Jesus visited that procession, യേശു ആ യാത്ര സന്ദർശിച്ചപ്പോൾ what did he യേശു do? എന്താണ് ചെയ്തത്? He came running and he touched the coffin of that young man. അവൻ ഓടി വന്ന് ആ യുവാവിനെ വച്ചിരിക്കുന്ന ആ മഞ്ചം അവൻ തൊടുന്ന സാഹചര്യം. And what was the impact of അതെന്ത് that? മാറ്റമാണ് ഉണ്ടാക്കിയത്? The Bible says those who carried the body of that young man stood ആ still. യുവാവിന്റെ മഞ്ചം ചുമന്ന് ചെന്നവർ അവിടെ നിന്നു എന്ന് തിരുവചനം പറയുന്നു. Procession of death stopped there. മരണത്തിന്റെ ആ യാത്ര, ആ പ്രദക്ഷിണം അവിടെ നിന്നു. Before Jesus touched the coffin, യേശു ആ മഞ്ചം തൊടുന്നതിന് മുൻപ് നമ്മൾ നോക്കുമ്പോൾ procession, the people who were carrying the body of the young man, they were carrying it to his ആ grave. യുവാവിന്റെ മൃതശരീരം അത് ആ യാത്രയിൽ അവർ കൊണ്ടുപോകുന്നത് കല്ലറയ്ക്കായിരുന്നു. Want to put him into the pit and cover him permanently. പോയ യുവാവിനെ കുഴിയിലിട്ട് മൂടുവാനാണ് ആ യാത്ര പോയത്. Young man was going on his last journey. ആ യുവാവിന്റെ അവസാനത്തെ യാത്രയായിരുന്നു അത്. Last journey in this ഈ world. ലോകത്തിൽ അവന്റെ അവസാനത്തെ യാത്രയായിരുന്നു. But my dear brothers and പ്രിയപ്പെട്ട sisters, സഹോദരങ്ങളെ, touch of Jesus Christ brought a transformation in that procession that was taking place. ആ യാത്രയിൽ യേശു ആ മഞ്ചം തൊട്ടപ്പോൾ ഒരു വലിയ രൂപാന്തരം തന്നെ അവിടെ നടന്നു. Last journey was turned into a new journey. അവസാനത്തെ യാത്ര ഒരു പുതിയ യാത്രയായി അവിടെ മാറുന്ന ദൃശ്യം. Hallelujah. Hallelujah. That transformative touch brought a U-turn in that procession. കർത്താവ് മഞ്ചം തൊട്ടപ്പോൾ ആ യാത്ര തന്നെ രൂപാന്തരപ്പെട്ടു. Hallelujah. Hallelujah. When Jesus touched the coffin, people who carrying that body stopped. The whole procession stopped. യേശു ആ മഞ്ചം തൊട്ടപ്പോൾ ആ മഞ്ചം ചുമന്നവർ നിന്നു, ആ യാത്ര അവിടെ നിന്നു. Hallelujah. Hallelujah. Instead of going to graveyard, സെമിത്തേരിയിലേക്ക് പോകുന്നതിന് പകരം took a U-turn. അവരുടെ വഴിയിൽ അവിടെ ഒരു യു ടേൺ സംഭവിച്ചു. Hallelujah. Hallelujah. ഒരു തിരുപ്പുമുனை ഉണ്ടായിற்று. ഒരു മാറ്റം കൊണ്ടുവന്നു. What was that ആ U-turn? മാറ്റം എന്താണ് ചെയ്തത്? It was a U-turn of new beginning. അത് ഒരു പുതിയ തുടക്കത്തിന്റെ വഴിയായിരുന്നു. Hallelujah. Once again that the people began to heading towards the city. തിരിച്ചവർ പട്ടണത്തിന്റെ ഉള്ളിലേക്ക് അവരുടെ യാത്ര തിരിച്ചു. Carrying the young ആ man. യുവാവിനെ ഇപ്പോൾ ചുമന്നോണ്ടല്ല പോകുന്നത്. Young man also walking along joyfully praising and glorifying God. ഇപ്പോൾ ആ യുവാവായ മനുഷ്യൻ അവരോട് നടക്കുന്നു, ദൈവത്തിനെ ആർപ്പ് വിളിച്ചോണ്ട് സ്തുതിച്ചോണ്ട് നടക്കുന്നു. This is why I call the touch of Jesus Christ as a transformative touch. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു തൊടുമ്പോൾ രൂപാന്തരം സംഭവിക്കും. When his hand touches you in the procession of life, നിങ്ങളുടെ ജീവിത യാത്രയിൽ യേശുവിന്റെ കൈ നിങ്ങളെ തൊടുമ്പോൾ
It is going to bring a U-turn. നിങ്ങളുടെ ജീവിതയാത്ര തെറ്റായ ഏത് Hallelujah. മാർഗ്ഗത്തിൽ ചെന്നാലും, Oh, it may be going through a wrong direction. ഒരുപക്ഷെ തെറ്റായ വഴിയിലായിരിക്കും നിങ്ങൾ ചെല്ലുന്നത്. God is able to transform it and He is going to give you a new beginning. അതിൽ നിന്ന് ദൈവം ഒരു രൂപാന്തരം കൊടുത്ത ഒരു പുതിയ തുടക്കം ദൈവം നിങ്ങൾക്ക് കൊടുക്കും. Say, lost, my life is gone, all hope is gone, you may say. നിങ്ങൾ പറയാം, എന്റെ ജീവിതം നശിച്ചുപോയി, എന്റെ എല്ലാ പ്രത്യാശയും നശിച്ചുപോയി എന്ന് പറയാം. His hand comes and touches you. പക്ഷെ ഒരിക്കൽ കർത്താവിന്റെ കൈ നിങ്ങളെ തൊടുമ്പോൾ Oh, the new beginning is going to come. അവിടെ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു. This is going to come. അവിടെ ആർപ്പുവിളികൾ വരാൻ പോകുന്നു. When a future comes in your life. അവിടെ ഭാവിയിലെ ഒരു പ്രത്യാക്ഷ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. Today, the addictions of your life may be dragging you in a wrong direction. ചില സ്വഭാവങ്ങൾ നിങ്ങളെ അടിമപ്പെടുത്തി തെറ്റായ മാർഗത്തിൽ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കാം. Sickness may be dragging you towards the grave. പക്ഷെ നിങ്ങളുടെ രോഗം നിങ്ങളെ മരണക്കുഴിയിലേക്ക് നടത്തിയേക്കാം. You may be as a vehicle without brake going uncontrollably in a wrong direction. പക്ഷേ നിങ്ങളുടെ വാഹനം അത് ബ്രേക്ക് ഇല്ലാതെ തെറ്റായ വഴിയിലായിരിക്കും ചെല്ലുന്നത്. Wrong relationship is leading you to a wrong position in your life. പക്ഷെ തെറ്റായ ബന്ധങ്ങൾ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാം. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, today the hand of the Lord wants to touch you. ഇന്ന് കർത്താവിന്റെ കരം നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. He wants to make something beautiful in your life. നിങ്ങളുടെ ജീവിതത്തിൽ സൗന്ദര്യമുള്ള കാര്യം കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Today says the Satan and the host of evil spirit may dragging you in a wrong direction. ഇന്ന് പിശാചിന്റെ ശക്തി നിങ്ങളെ തെറ്റായ വഴിയിൽ കൂടി നടത്തിക്കൊണ്ടു പോകുമ്പോൾ The path of destruction they may lead you. അത് നാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ചേർക്കുമ്പോൾ But the touch of the hand of Jesus Christ, യേശു കർത്താവ് നിങ്ങളെ കൈവച്ച് തൊടുമ്പോൾ not only it's going to stop that, നാശത്തിനെ തടഞ്ഞു നിർത്തുന്നത് മാത്രമല്ല, but you're going to see a turning point in your life. ഒരു വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. Hallelujah. Hallelujah. It is going to be a blessed turning point. അത് അനുഗ്രഹമുള്ള ഒരു മാറ്റമായി വരാൻ പോകുന്നു. Hallelujah. Hallelujah. Everyone Jesus touched, everyone God touched, there was a transformation. യേശു ക്രിസ്തുവിന്റെ കൈകൊണ്ട് ആരെയൊക്കെ തൊട്ടിട്ടുണ്ടോ അവിടെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. Look at Jacob's life, for example. യാക്കോബിന്റെ ജീവിതം ഒന്ന് നോക്കിക്കേ. Genesis chapter 32. 32 അധ്യായം വായിക്കുമ്പോൾ Jacob, he was a man who runs away in fear and he doesn't want to face the problem. യാക്കോബ് എന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ട് ഓടിപ്പോകുന്ന ഒരു മനുഷ്യനാണ്. ഓടുകിർദാനുடைய வாழ்க்கையை ഓടി മാറിയവനാണ്. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, cheated his brother Esau. അവന്റെ ചേട്ടനായ ഏശാവിനെ ചതിച്ചു. Fearing him, he ran away from his home. ആ പേടി കൊണ്ട് അവന്റെ വീട്ടിൽ നിന്ന് അവൻ ഓടിപ്പോയി. After many years, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം God looked at Jacob and said, ദൈവം യാക്കോബിനോട് ഇങ്ങനെ പറഞ്ഞു, back to your own country. നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോണം എന്ന് ദൈവം അവനോട് പറഞ്ഞു. Once again, go back to your own country. നിന്റെ നാട്ടിലേക്ക് നീ തിരിച്ചു പോണം എന്ന് അവനോട് പറഞ്ഞു. Going back to his own country means once again he has to face his elder brother Esau. തന്റെ സ്വന്തം നാട്ടിലേക്ക് പോകുമ്പോൾ അവന്റെ സഹോദരനായ ഏശാവിനെ അവൻ കാണണം. To face the ആ challenge. വെല്ലുവിളി അവൻ സ്വീകരിക്കണം. At the beginning, it was not that fearful. ആദ്യമൊക്കെ അവന് അത്ര പേടിയില്ലായിരുന്നു. But as he neared his native place, പക്ഷെ അവന്റെ സ്വന്തം നാട്ടിലേക്ക് അവൻ അടുത്ത് എത്തിയപ്പോൾ and as he neared his brother, when he heard that his brother is coming towards him, അവന്റെ സഹോദരനായ യേശ അവന്റെ അടുത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നവൻ കേട്ടപ്പോൾ, and he heard that he is coming in a big procession, വലിയൊരു പുരുഷാരവത്തോട് യേശ യാക്കോബിനെ നോക്കി വരുന്നത് കേട്ടപ്പോൾ he began to tremble. അവൻ ഭയപ്പെടാൻ തുടങ്ങി. Jacob might have thought, യാക്കോബ് ചിന്തിക്കുമായിരിക്കും, "Oh, വേണ്ടാമ്പാ, ഓടി ഇത് പോയി. വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. I cannot face him. എന്റെ സഹോദരനെ കാണുവാൻ സാധിക്കില്ല. What if he beats me? What if he murders me? ഒരുപക്ഷെ അവൻ എന്നെ കൊന്നിട്ടാലോ എന്ന് ഓർത്തു. What if he harms me?" അവൻ എന്നെ ഒരുപക്ഷെ ഉപദ്രവിച്ചാലോ. Thought he was fearing. അവന്റെ ഹൃദയത്തിൽ പേടി ഉണ്ടായിരുന്നു. Thoughts of giving up, thoughts of running away. എല്ലാം വിട്ടിട്ട് ഓടണം എന്ന് ചിന്തിച്ചു. But that night, പക്ഷെ അന്ന് രാത്രി Jesus who visited that procession of Nayan, നയീൻ പട്ടണത്തിലെ ആ യാത്ര സന്ദർശിച്ച യേശുവിനെ പോലെ, Jesus who touched the coffin of that young man in the procession of Nayan, ആ യാത്രയിൽ ആ യൗവനക്കാരന്റെ മഞ്ചം യേശു അവിടെ തൊട്ടതുപോലെ that same Lord touched the hip of Jacob. അതേ കർത്താവാണ് അന്ന് രാത്രി യാക്കോബിനെ തൊട്ടത്. Genesis 32 and verse 25 says, ഉൽപ്പത്തി 32:25 വാക്യം, Lord touched the hip of Jacob and it became dislocated. യാക്കോബിന്റെ തുടയിൽ കർത്താവ് തൊട്ടപ്പോൾ
യാക്കോബിന്റെ തുട ഉളുക്കിപ്പോയി എന്നാണ് തിരുവചനം அது പറയുന്നത്. சுளுக்கி அது கொண்டது. சுளுக்கி അവന്റെ തുട ഉളുക്കിപ്പോയി. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, கால் சுளுக்குனா ஓட முடியுமா? ഉളുക്കിയ കാലോട് ഓടാൻ If പറ്റും. the leg is dislocated, can that person run? ഉളുക്കിയ കാലോട് ഒരു മനുഷ്യനെ കൊണ്ട് ഓടാൻ പറ്റുമോ? No, Jacob cannot run. അവനെ കൊണ്ട് ഓടാൻ സാധിക്കത്തില്ല. Why did God do that? എന്തിനാണ് കർത്താവ് അവിടെ അത് ചെയ്തത്? He didn't want Jacob to run away from his problem. കാരണം അവന്റെ പ്രശ്നങ്ങളെ കണ്ടവൻ തിരിഞ്ഞോടുവാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. Hallelujah. Hallelujah. It is a transformative touch. അത് രൂപാന്തരപ്പെടുത്തുന്ന ഒരു സ്പർശമായിരുന്നു. Hallelujah. Hallelujah. After the touch, this Jacob became Israel. യാക്കോബിനെ ദൈവം അങ്ങനെ തൊട്ടപ്പോൾ യാക്കോബ് ഇസ്രായേലായി മാറുന്നു. Hallelujah. Hallelujah. He was able to face his brother. അവൻ തന്റെ സഹോദരനായ യേശായിനെ നേരിട്ട് കണ്ടു. God transformed his life and brought a U-turn in his life. ദൈവം അവന്റെ ജീവിതത്തിനെ രൂപാന്തരപ്പെടുത്തി അവന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നു. Dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, this morning God wants to touch your life. ഇന്ന് രാവിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിനെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. Seeing your failure, you may be running away. പരാജയങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ പേടിച്ച് ഓടുന്നുവോ? Looking at the challenges of your life, you may be running away. നിങ്ങളുടെ ജീവിത വെല്ലുവിളികളെ ഓർത്തിട്ട് നിങ്ങൾ തിരിഞ്ഞോടുന്നുവോ? Oh, I cannot do this. This will not come for me. എന്നെ കൊണ്ട് ഇത് സാധിക്കത്തില്ല, എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല എന്ന് പറയുന്നു. Oh, you may be afraid to face, the examination in which you fail. ഒരുപക്ഷെ നിങ്ങൾ തോറ്റുപോയ പരീക്ഷ തിരിച്ചും എഴുതുവാൻ നിങ്ങൾക്ക് പേടിയായിരിക്കാം. Or you may be afraid to face that interview. ഒരുപക്ഷെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഓർത്ത് പേടിക്കാം. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, the hand of the Lord wants to touch you and transform you. ദൈവത്തിന്റെ കൈകൾ നിങ്ങളെ തൊട്ട് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. That day he touched that coffin. അന്ന് ആ മഞ്ചം യേശു തൊട്ടപ്പോൾ No longer that procession could go to the graveyard. സെമിത്തേരിയിലേക്കല്ല ആ യാത്ര പോയത്. Oh, it went back in joy and praises back to the city. അവർ സന്തോഷത്തോടെയും ആർപ്പുവിളികളോടെയും അവർ തിരിച്ചും പട്ടണത്തിലേക്ക് പോയി. Isaiah chapter 6 and verse 7 we read. യെശയ്യാവ് 6:7 വചനം ഇങ്ങനെ പറയുന്നു, God touched the mouth of Isaiah. യെശയ്യാവിന്റെ വായിൽ ആ തീക്കൽ തൊട്ടപ്പോൾ Until then only unclean words was coming out of his. അതുവരെ യെശയ്യാവിന്റെ വായ് കൊണ്ട് സംസാരിച്ചത് അശുദ്ധമായിരുന്നു. But a live coal from the altar was placed on his lips. അവരൊരു തീക്കൽ എടുത്ത് യെശയ്യാവിന്റെ വായിൽ അവർ തൊട്ടപ്പോൾ Instead of bad words, only prophetic words started coming out. അപ്പോൾ അശുദ്ധമായ വാക്കുകളെല്ലാം പ്രവചനമാണ് അവൻ പറഞ്ഞത്. It's a transformative touch. അത് രൂപാന്തരത്തിന്റെ സ്പർശമായിരുന്നു. To make he made his life beautiful. അത് അവന്റെ ജീവിതത്തിനെ സൗന്ദര്യമുള്ളതായി മാറ്റി. God wants to visit you. ഇന്ന് നിങ്ങളെ ദൈവം സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. The procession of your life, ഇന്ന് നിങ്ങളുടെ ജീവിത യാത്രയിൽ whatever wrong direction it may be heading, അത് തെറ്റായ ഏത് സാഹചര്യത്തിൽ ചെന്നാലും a turning point is coming in your life. ഇന്ന് ഒരു മാറ്റം അവിടെ സംഭവിക്കും. Hallelujah. Hallelujah. The man who was as a dead young man, the Bible says he rose up and he sat. മരിച്ചുപോയ ആ യുവാവ് അവൻ ജീവനോടെ എഴുന്നേറ്റ് നിന്നു. And what did he say? അവൻ എന്താണ് പറഞ്ഞത്? Chapter 7 and verse 15 says, ലൂക്കോസ് 7:15 വാക്യം പറയുന്നു, the dead man sat up and he began to speak. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. Hallelujah. Hallelujah. Now I thought in my heart, ഞാൻ ഇത് കുറിച്ച് ചിന്തിച്ചു നോക്കി. எலும்பி உட்கார்ந்து என்னத்தை பேசியிருப்பான்? അവൻ എഴുന്നേറ്റ് എന്താണ് സംസാരിച്ചത്? என்ன பேசியிருப்பான்? ഇതിനെ കുറിച്ചായിരിക്കും അവൻ അവിടെ സംസാരിച്ചത്. I know he would have spoken the glory of the Lord, എനിക്കറിയാം അവിടെ അവൻ ദൈവത്തിനെ മഹത്വപ്പെടുത്തി. magnificent works of the Lord. ദൈവത്തിന്റെ മഹത്വമായ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞു. Might have testified about the Lord. പക്ഷെ ദൈവത്തിനെ കുറിച്ച് അവൻ സാക്ഷി പറഞ്ഞേക്കാം. Hallelujah. Hallelujah. The same way, അതുപോലെയാണ് hand of the Lord touches you. ദൈവത്തിന്റെ കൈ നിങ്ങളെ തൊടുമ്പോൾ நீங்களும் எலும்பி குதிச்சு பேச போறீங்க. നിങ്ങൾ എഴുന്നേറ്റ് Amen. സംസാരിക്കും. Hallelujah. Hallelujah. என்னங்க பேச போறீங்கன்னு கேட்டா, தேவன் உங்களுக்கு செய்த அதிசயமானவைகளை நீங்கள் பேச போகிறீர்கள். Hallelujah. Hallelujah. Surely he might have spoken the great things God had done for you. നിശ്ചയമായി കർത്താവ് ചെയ്ത മഹത്വമായ കാര്യത്തിനെ കുറിച്ചായിരിക്കും ആ യുവാവ് അവിടെ സംസാരിച്ചത്. Hallelujah. Hallelujah. Today such a transformation is going to come in your life. ഇന്ന് അതുപോലെ ഒരു രൂപാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു. Going to say, ഇന്ന് നിങ്ങൾ പറയും, I want to testify. ബ്രദർ, ഞാൻ എന്റെ സാക്ഷി പറയണം. I want to say what God had done for me. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ഞാൻ സാക്ഷി പകരണം. Transformation has taken place. രൂപാന്തരം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. Jesus has visited me. യേശു എന്നെ കണ്ടു. He has brought a turning point in my life. യേശു എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു.
Made all things beautiful. അവൻ എല്ലാം സൗന്ദര്യമായി മാറ്റി. Oh, I want to speak. ഞാനിപ്പോൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. That is what the hand of the Lord is going to do in your life. അതാണ് ദൈവത്തിന്റെ കൈ ഇന്ന് ചെയ്യാൻ പോകുന്നത്. Hallelujah. Hallelujah. And thirdly, മൂന്നാമതായി Jesus spoke. യേശു അവിടെ സംസാരിച്ചു. Luke chapter 7 and verse 13. ലൂക്കോസ് 7:13 വചനം. We saw Jesus saw. ഒന്നാമത് നമ്മൾ കണ്ടത് യേശു അവനെ കണ്ടു. Secondly, രണ്ടാമതായി Jesus touched. യേശു അവനെ തൊട്ടു. You see, Jesus spoke. മൂന്നാമതായി ഇവിടെ പറയുന്നു യേശു സംസാരിച്ചു. What did Jesus speak? എന്താണ് യേശു പറഞ്ഞത്? In Luke chapter 7 and verse 13. ലൂക്കോസ് 7:13 വചനം. When the Lord saw her, he had compassion on her and said to her, "Do not weep." അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. 14th verse, last part. 14 വചനത്തിന്റെ അവസാന ഭാഗം വായിക്കാം. Said, "Young man, I say to you, arise." ബാല്യക്കാര എഴുന്നേൽക്ക് എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. Hallelujah. Hallelujah. Here you see the words of Jesus Christ, spoken words of Jesus Christ. ഇവിടെ യേശു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. First is the word of comfort. ആദ്യം കർത്താവ് പറഞ്ഞത് ആശ്വസിപ്പിക്കുന്ന വാക്കാണ്. Secondly, it is a word that quickens. രണ്ടാമതായി മാറ്റം ഉണ്ടാക്കുന്ന വാക്കുകൾ. Hallelujah. Hallelujah. Firstly, it was a word of comfort. മുതലാമത് യേശു പറഞ്ഞത് ആശ്വാസത്തിന്റെ വാക്ക്. Jesus ran to that widow who was weeping. യേശു കരഞ്ഞുകൊണ്ട് നിന്ന് ആ വിധവയായ സ്ത്രീയോട് ഓടിയെത്തി. What did he say? മുതലാമത് പറഞ്ഞു, Do not weep. നീ കരയണ്ട എന്ന് പറഞ്ഞു. Do not weep. കരയണ്ട എന്ന് പറഞ്ഞു. Truly surprised me. എനിക്കിത് ആശ്ചര്യം കൊടുക്കുന്ന ഒരു വാക്കായിരുന്നു. He is the son of the living God. കാരണം അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. Shortly he is going to raise his young dead son back to life. കുറച്ച് സമയത്തിൽ മരിച്ച ആ യുവാവിനെ യേശുക്രിസ്തു ജീവനോട് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. So what is the need there to just go and comfort her there? അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ആ വിധവയായ ആ സ്ത്രീയെ ആശ്വസിപ്പിച്ചത്? We might have say ഇന്നത്തെ നിങ്ങളെ പോയി 30 time waste பண்ணிட்டு நம்ம அந்த അത്ഭുതത്തെ செய்ய போறோம். We would have done the miracle straight away. എന്തിനാണ് ആശ്വസിപ്പിക്കുന്നത്? തുടക്കത്തിൽ തന്നെ ആ യുവാവിനെ ജീവനോട് കൊണ്ടുവന്നാൽ പോരെ എന്ന് ചോദിക്കും. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, Lord Jesus Christ is not like that. നമ്മുടെ ദൈവമായ യേശുക്രിസ്തു അങ്ങനെയല്ല. Sorrow, our grief, our tears, it moves him. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ കഷ്ടതകൾ കണ്ട് കർത്താവ് മനസ്സലിയുന്ന കർത്താവാണ്. That is why the first thing he did, he spoke to her was, "Mother, do not weep." അതുകൊണ്ടാണ് യേശു ആദ്യമായി ഇങ്ങനെ പറഞ്ഞത്, അമ്മേ കരയണ്ട എന്ന്. Do not weep, he said to her. സ്ത്രീയെ കരയണ്ട എന്ന് പറഞ്ഞു. Words he spoke. ആശ്വസിപ്പിക്കുന്ന വാക്കാണ് ആദ്യം യേശു പറഞ്ഞത്. In John chapter 11 verse 32 to verse 33, യോഹന്നാൻ 11 അധ്യായത്തിന് 32 മുതൽ 33 വചനം വായിക്കുമ്പോൾ, Jesus' dear friend Lazarus died. യേശു ക്രിസ്തുവിന്റെ പ്രിയ സുഹൃത്തായ ലാസരു മരിച്ചു പോയപ്പോൾ, When Mary and her sister were weeping and the people were weeping, മരിയാളും അവളുടെ സഹോദരിയും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, the Bible says Jesus groaned in his spirit. വചനം ഇങ്ങനെ പറയുന്നു, യേശു തന്റെ ആത്മാവിൽ ദുഃഖിച്ചു എന്ന്. John 11 and verse 35 say, യോഹന്നാൻ 11:35 പറയുന്നു, Jesus also wept with them. അവരോടുകൂടെ യേശുവും അവിടെ കരഞ്ഞു എന്ന് പറയുന്നു. Why did he do that? എന്തിനാണ് അവൻ കരഞ്ഞത്? Probably he is going to raise up Lazarus from the dead in just a moment. ലാസരുവിനെ കുറച്ച് സമയത്തിൽ ജീവനോട് കൊണ്ടുവരുവാൻ പോകുന്നു. Why he should weep? പിന്നെ എന്തിനാണ് അവൻ അവിടെ കരഞ്ഞത്? Why should their tears trouble his heart? എന്തിനാണ് അവൻ അവിടെ കണ്ണുനീർ വിട്ടത്? Our tears moves his heart. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീർ കണ്ട് ദൈവം മനസ്സലിയുന്നവനാണ്. Hallelujah. Hallelujah. Today you may be shedding tears. പക്ഷേ ഇന്ന് നിങ്ങൾ കണ്ണുനീർ ചിന്തിയേക്കാം. God does not care about me. ദൈവം എന്നെ കുറിച്ച് ഓർക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. Doesn't know my tears, he may say. എന്റെ കണ്ണുനീരിന്റെ ഭാരം അവൻ അറിയത്തില്ല എന്ന് പറയാം. No, he comes to you and he speaks words of comfort. ഇല്ല, കർത്താവ് നിങ്ങളോട് വന്ന് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. John 20 verse 11 to verse 15 when you read. യോഹന്നാൻ 20:11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, Mary Magdalene was weeping at the tomb of Jesus Christ. അവിടെ മരിയാൾ കർത്താവിന്റെ കല്ലറയുടെ അടുക്ക് നിന്ന് കരയുന്നു. Because the body of Jesus was missing. കാരണം അവിടെ വച്ചിരുന്ന യേശു ക്രിസ്തുവിന്റെ ശരീരം ഇപ്പോൾ കാണുവാനില്ല. But the resurrected Jesus stood by her. പക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശു അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. Hallelujah. Hallelujah. What did he say to her? യേശു അവളോട് എന്താണ് പറഞ്ഞത്? What words did he speak? എന്ത് വാക്കാണ് യേശു സംസാരിച്ചത്?
Words of comfort. ആശ്വസിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. 20 and verse 15, Jesus said, ഞാൻ 20:15 യേശു പറയുന്നു, "Women, why are you weeping? സ്ത്രീയെ നീ കരയുന്നത് എന്ത്? Why are you weeping?" എന്തിനാണ് നീ He കരയുന്നത്? looked at the widow and said, "Do not weep." വിധവയായ അമ്മയോട് പറയുന്നു, നിങ്ങൾ കരയണ്ട എന്ന്. Today, when you go through the path of tears, ഇന്ന് കണ്ണുനീരിന്റെ വഴിയിൽ നിങ്ങൾ ചെല്ലുമ്പോൾ he looks at you and he says, യേശു അത് കണ്ട് നിങ്ങളോട് പറയുന്നു, comforts you and he says, അവൻ നിങ്ങളെ ആശ്വസിപ്പിച്ച് "Do പറയുന്നു, not weep." നിങ്ങൾ കരയണ്ട. Hallelujah. Hallelujah. Many things. നമ്മിൽ പലരും ചിന്തിച്ചേക്കാം, In the New Testament, Jesus showed so much compassion. ദൈവം എത്രത്തോളം അനുകമ്പ കാണിച്ചത് പുതിയ നിയമത്തിലാണെന്ന് പറയാം. God showed so much compassion. ദൈവം ഒരുപാട് സ്നേഹം കാഴ്ചവെച്ചു എന്ന് പറയാം. Old Testament days, there was no compassion. പഴയ നിയമത്തിൽ അങ്ങനെയല്ല എന്ന് ചിന്തിക്കാം. No, my dear brothers and sisters. അങ്ങനെയല്ല സഹോദരങ്ങളെ. God says, "I am the Lord, I do not change." ദൈവം പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ. Character and the nature of the Lord God is. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ വ്യക്തിത്വം നമ്മൾ നോക്കുമ്പോൾ It is to move with compassion. അത് സ്നേഹമുള്ള അനുകമ്പമുള്ള സ്വഭാവമാണ്. Comfort us. അവൻ നമ്മളെ ആശ്വസിപ്പിക്കും. Words of comforts in our life. ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കും. Hallelujah. Hallelujah. In Old Testament we see പഴയ നിയമം നോക്കുമ്പോൾ in Kings chapter 20 verse 1 to verse 6. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. King Hezekiah, he wept bitterly ഹെസക്കിയാ രാജാവ് കരഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. because he had an incurable disease. കാരണം സുഖപ്പെടുത്താനാവാത്ത രോഗം ബാധിച്ചിരുന്നു. Now prophet Isaiah looked at him and said, ഇപ്പോൾ യെശയ്യാവ് പ്രവാചകൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, "King, you are going to die. രാജാവായ ഹെശക്കിയാവേ, നീ മരിക്കുവാൻ പോകുന്നു. Going to die. Your life has come to an end." നിന്റെ ജീവിതം അതിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. Oh, he wept bitterly when he heard those words. ആ വാക്കുകൾ ഹെസക്കിയാവ് കേട്ടപ്പോൾ അവൻ ദുഃഖിച്ച് കരഞ്ഞു. Tears of King Hezekiah moved the heart of the Lord. രാജാവായ ഹെസക്കിയാവിടെ കണ്ണുനീര് കണ്ട് കർത്താവായ ദൈവം മനസ്സലിഞ്ഞു എന്ന് നമ്മൾ It നോക്കുന്നു. changed his heart. അത് ദൈവത്തിന്റെ മനസ്സിനെ മാറ്റി. In verse 5 you read, 5-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, immediately he said, അപ്പോൾ തന്നെ ദൈവം അവനോട് പറഞ്ഞു, "Oh, I have seen your tears, ഞാൻ നിന്റെ കണ്ണുനീർ കണ്ടു, heard your prayers. ഞാൻ നിന്റെ പ്രാർത്ഥനകൾ കേട്ടു, Behold, I will heal you. ഞാൻ നിന്നെ സുഖപ്പെടുത്തും, I am adding 15 years to your life. ഞാൻ നിന്റെ ജീവിതത്തിൽ 15 വർഷം കൂട്ടിത്തരുന്നു, You will rise up from your sick bed, നിന്റെ രോഗത്തിൽ നിന്ന് എഴുന്നേൽക്കും, go to the temple." നീ ദേവാലയത്ത് പോകും. Hallelujah. Hallelujah. My dear brothers and sisters, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, the words of comfort is coming to you. ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ വാക്ക് നിങ്ങളിൽ വരുന്നു. Hezekiah, you may be weeping. ഹെശക്കിയാവിനെ പോലെ നിങ്ങൾ ദുഃഖിച്ചു കരയാം. Of the sickness, I have come to the end of my life. ഒരുപക്ഷെ രോഗം കൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഞാൻ വന്ന് നിൽക്കുന്നു എന്ന് പറയാം. Because of this kidney failure, I have come to the end of my life. ഒരുപക്ഷെ കിഡ്നി ഫെയിലിയർ കൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസാനം ഞാൻ നിൽക്കുന്നു എന്ന് പറയാം. Because of this blood cancer, I have come to the end of my life. ബ്ലഡ് ക്യാൻസർ കൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറയാം. By this life-threatening situation, I come to the end of my life. ജീവന് ഭീഷണിയായ ഈ സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഞാൻ നിൽക്കുന്നു എന്ന് You പറയാം. may be shedding tears. ചെറിയുന്ന കണ്ണുനീരുമായി നിങ്ങൾ നിൽക്കാം. But remember one thing. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, God visits you in the procession of your life. നിങ്ങളുടെ ജീവിത യാത്രയിൽ കർത്താവ് നിങ്ങളെ സന്ദർശിക്കുന്ന ദൈവമാകുന്നു. Hallelujah. Hallelujah. He speaks words of comfort to you. അവൻ ആശ്വാസത്തിന്റെ വാക്കുകൾ He പറയുന്നവനാണ്. says, "Why are you weeping? അവൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തിനാണ് കരയുന്നത്? Why are you weeping? എന്തിനാണ് കരയുന്നത്? Do not weep. കരയേണ്ട നിങ്ങൾ. Behold, I am going to do a marvelous thing. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുന്നു. Behold, I am going to do something truly beautiful in your life." ഞാൻ സൗന്ദര്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു എന്ന് പറയുന്നു. Revelation 21 and verse 4 says, വെളിപ്പാട് 21:4. Revelation 21 and verse, വെളിപ്പാട് 21:4. He wipes all our tears. നമ്മുടെ കണ്ണുനീർ അവൻ തുടച്ചു കളയുമെന്ന് പറയുന്നു. Hallelujah. Hallelujah. He spoke words of comfort. അവൻ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് പറഞ്ഞത്. Secondly, he spoke words of quickening. രണ്ടാമതായി മാറ്റമുണ്ടാക്കുന്ന വാക്കുകൾ. Chapter 7 and verse 1. ലൂക്കോസ് 7-ാം അധ്യായം 11-ാം വചനം. Jesus not only stopped that procession, യേശു ആ യാത്ര തടഞ്ഞു നിർത്തിയത് മാത്രമല്ല ചെയ്തത്. നിർത്തുகிறது മാത്രമല്ല, തടഞ്ഞു നിർത്തിയത് മാത്രമല്ല, he looked at that dead young man and said, മരിച്ചുപോയ ആ യുവാവിനോട് യേശു ഇങ്ങനെ പറഞ്ഞു, "Young man, I say to you, arise." ബാല്യക്കാരാ, എഴുന്നേൽക്കൂ എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. Hallelujah. Hallelujah. I say to you, arise. ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കൂ. Life came into him. അവന്റെ ഉള്ളിൽ ജീവൻ
കടന്നു വന്നു. Hallelujah. Transformative power came into him. രൂപാന്തരത്തിന്റെ ശക്തി അവന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. Death was turned into life. മരണം അവിടെ ജീവനായി മാറി. Hallelujah. Hallelujah. He raised that young man and presented him to his mother. മരിച്ചുപോയ യുവാവിനെ ജീവനോട് എഴുന്നേൽപ്പിച്ച് അവന്റെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. That is the words of authority Jesus has. യേശു ക്രിസ്തുവിന്റെ വാക്കിനുള്ള അധികാരം അതാണ്. Today you can believe the words of Jesus. ഇന്ന് നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ വിശ്വസിക്കാം. Today you can keep your faith in the word of Jesus. യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് വെക്കാം. இன்றைக்கு இயேசுவின் வார்த்தை மீது விசுவாசத்தை வையுங்கள். Today place your faith in the words of Jesus Christ. യേശുവിന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കണം. Hallelujah. Hallelujah. Today you're going to see a resurrective power in your life. ഇങ്ങനെ നിങ്ങൾ പറയുമ്പോൾ രൂപാന്തരത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കും. Hallelujah. Hallelujah. Jesus said, യേശു പറഞ്ഞു, chapter 5 verse 21, യോഹന്നാൻ 5:21 as the Father raises and gives life, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ, பித்து ஜீவன் கொடுக்கிறது போல, ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ Son also gives life to whoever he wishes. പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു എന്ന് തിരുവചനം ഇവിടെ പറയുന്നു. Hallelujah. Hallelujah. Today believe this word. ഇന്ന് നിങ്ങൾ ഈ വചനം വിശ്വസിക്കണം. He wants to give you life in your. അവൻ നിങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. In your dead condition he wants to give you life. നിങ്ങളുടെ മരിച്ച സാഹചര്യത്തിൽ അവൻ നിങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Hopelessness he wants to give you life. നിങ്ങളുടെ നിരാശയുടെ കാര്യങ്ങളിൽ അവൻ ജീവൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. Looked at that dead young man and said, മരിച്ച യൗവനക്കാരനെ കണ്ടു പറഞ്ഞു, man, I say to you, arise. ബാല്യക്കാരാ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കൂ. Mark chapter 5 and verse 41. മർക്കോസ് 5:41. Jesus looked at a dead girl of a daughter of synagogue. പള്ളി പ്രമാണിയുടെ മരിച്ചുപോയ മകളെ നോക്കി കർത്താവ് ഇങ്ങനെ പറയുന്നു, Little girl, I say to you, arise. ബാലെ എഴുന്നേൽക്കൂ എന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. Hallelujah. Hallelujah. She arose from her അവൾ death. മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. He wants to speak life into you. ഇന്ന് നിങ്ങളോട് കർത്താവ് ജീവിക്കുന്ന വാക്കുകൾ പറയുന്നു. The word is a quickening word. അവന്റെ വാക്കുകൾ ജീവൻ കൊടുക്കുന്ന വാക്കാണ്. Jesus said, Lazarus, come forth. ലാസരു പുറത്തു വാ എന്നവൻ പറഞ്ഞു. Oh, he came out as a living man. ജീവനുള്ള മനുഷ്യനായ ലാസരു എഴുന്നേറ്റ് വന്നു. That day, that procession that took place in the city of Nain, അന്ന് നയീൻ പട്ടണത്തിൽ നടന്ന ആ യാത്ര, the words of Jesus brought a transformation. യേശുവിന്റെ വാക്കുകൾ അവിടെ ഒരു രൂപാന്തരം കൊണ്ടുവന്നു. Hallelujah. Hallelujah. Just imagine that procession before you. നിങ്ങളുടെ കൺമുൻപിൽ ആ യാത്രയെ ഒന്ന് ചിന്തിച്ചു നോക്കുക. Weeping and crying, they're heading towards അവർ കരഞ്ഞോണ്ടാണ് ശ്മശാനത്തിലേക്ക് But നടന്നത്. now another procession came and met them. പക്ഷെ മറ്റൊരു യാത്രയിൽ വന്നവർ അവരെ കണ്ടപ്പോൾ, Hallelujah. Hallelujah. It is the procession of Jesus. അത് യേശുവിന്റെ പ്രദക്ഷിണമായിരുന്നു. That procession turned every sorrow into. ആ യാത്ര എല്ലാ ദുഃഖത്തിനെയും സന്തോഷമായി മാറ്റി. The words of comfort were spoken. ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ അവിടെ പറഞ്ഞു. Quickening words were spoken. ജീവൻ കൊടുക്കുന്ന വാക്കുകൾ പറഞ്ഞു. Great joy was there. വലിയ സന്തോഷം അവിടെ ഉണ്ടായി. Great celebration. ആഘോഷമായി മാറി. All the people in the funeral, the procession joined the funeral, the procession of Jesus Christ. ശവസംസ്കാരത്തിന് വന്നവർ ഇപ്പോൾ യേശുവിനോടൊപ്പം ആഘോഷിക്കുവാൻ തുടങ്ങി. There is no two procession, now one procession. ഇപ്പോൾ രണ്ട് യാത്രയില്ല, ഒരു യാത്രയാണുള്ളത്. Everyone joyfully praised the Lord and they went together. എല്ലാവരും ഒന്നിച്ച് ദൈവത്തിനെ സ്തുതിച്ച് അവിടെ നിന്ന് പോയി. Today, whatever procession your life may be in, ഇന്ന് നിങ്ങളുടെ ജീവിത പ്രദക്ഷിണം അത് എങ്ങനത്തെ യാത്രയിലായാലും ശരി, என்ன நிலைமையில இருந்தாலும், അതെങ്ങനെയായാലും ശരി, come and join the procession of Jesus. യേശുവിന്റെ യാത്രയിൽ വന്ന് ചേരുക. Jesus sees you. യേശു നിങ്ങളെ കാണുന്നു. Jesus touches you. യേശു നിങ്ങളെ തൊടുന്നു. Jesus speaks his word of comfort and quickening word to you. നിങ്ങളോട് യേശു ആശ്വസിപ്പിക്കുന്ന ജീവൻ കൊടുക്കുന്ന വാക്കുകൾ പറയുന്നു. He wants to make your life beautiful. നിങ്ങളുടെ ജീവിതം മനോഹരമുള്ള ജീവിതമായി മാറുവാൻ യേശു ആഗ്രഹിക്കുന്നു. All people are going to look at your life and they're going to say, മറ്റെല്ലാവരും നിങ്ങളെ നോക്കി പറയും, God has visited this brother's life. ദൈവം ഈ സഹോദരന്റെ ജീവിതം സന്ദർശിച്ചു എന്ന് പറയും. God has visited this sister's life. ദൈവം ഈ സഹോദരിയുടെ ജീവിതം സന്ദർശിച്ചു എന്ന് പറയും. You are going to declare forth the praises of the Lord. നിങ്ങൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കാൻ പോകുന്നു. துதியை நீங்கள் சொல்லி வர போகிறீர்கள். നിങ്ങൾ ദൈവത്തിനെ സ്തുതിക്കാൻ പോകുന്നു. நீங்கள் ஆர்ப்பரிக்க போகிறீர்கள். നിങ്ങൾ ആർപ്പ് വിളിക്കാൻ പോകുന്നു. We all rise up to our feet. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.